നമ്മൾ പ്രോമാക്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു, പക്ഷെ പാർട്ടി മാത്രം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തില്ല. പഴയ കാലഘട്ടത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഗാന്ധിയൻ ചിന്താഗതി എന്നൊക്കെ പറഞ്ഞ് കൂട്ടുപിടിച്ച് നമ്മൾ നമ്മുടെ വികസനത്തെ പലപ്പോഴും വികസനത്തിന്റെ യഥാർത്ഥ കാഴ്ചപ്പാടിൽ നിന്നും ഒരുപാട് ദൂരെ മാറ്റി നിർത്തി. എന്നാൽ ഇന്ന് അതുപോലെ അല്ല കാലഘട്ടം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു സ്മാർട്ട് ഫോണെങ്കിലും ഉണ്ട്. അത് കേരള സർക്കാർ തന്നതൊന്നുമല്ല, അത് ഞാൻ പറയട്ടെ. ടെക്നോളജിക്കലി അല്ലെങ്കിൽ സാങ്കേതികപരമായി നമ്മൾ അഡ്വാൻസ്ഡ് ആയത് അല്ലെങ്കിൽ മികച്ചതായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? സാങ്കേതികപരമായി നമ്മൾ അഡ്വാൻസ്ഡ് ആയത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അത് കൂടിയേ തീരൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ്. സാങ്കേതികപരമായി നമ്മൾ അഡ്വാൻസ്ഡ് ആയി ജീവിതം മെച്ചപ്പെടുത്താനായി നമ്മൾ എല്ലാ തരത്തിലുള്ള ടെക്നോളജികളുമുള്ള ഉപകരണങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങി. മിക്സി വാങ്ങി, വാഷിംഗ് മെഷീൻ വാങ്ങി, LED ആയിട്ടുള്ള TV വാങ്ങി, മൊബൈൽ ഫോണുകൾ അപ്ഗ്രേഡ് ചെയ്തു, അല്ലെങ്കിൽ കാറ് വാങ്ങി, എല്ലാം വാങ്ങി. ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഒരുപാടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി നമ്മുടെ സ്ഥലത്ത്. ഇതെല്ലാം വാങ്ങി. പക്ഷേ നമ്മൾ നമ്മുടെ പാർട്ടിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ, വികസനത്തിൽ ഊന്നിയുള്ള പ്രവർത്തനമുള്ള പാർട്ടി ഏതെന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നമ്മൾ ആരും തന്നെ കൂട്ടാക്കിയില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ ക്ലോസപ്പോ കോൾഗേറ്റോ എന്നുള്ളതാണ് നമ്മൾ പേസ്റ്റിന് പകരം നമ്മൾ തലയിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഒരു പേസ്റ്റ് എന്ന് പറയുമ്പോൾ, പല്ല് തേക്കുന്ന പേസ്റ്റ് എന്ന് പറയുമ്പോൾ കോൾഗേറ്റ് അല്ലെങ്കിൽ ക്ലോസപ്പ് എന്ന് നമ്മൾ അങ്ങ് ഓർത്ത് കളയും. അത് നമ്മുടെ ശീലത്തിന്റെ ഭാഗമാണ്. അതുപോലെയാണ് വോട്ടിംഗ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ആ ഒരു പോളിംഗ് മെഷീൻ കാണുമ്പോൾ, വോട്ടിംഗ് മെഷീൻ കാണുമ്പോൾ അറിയാതെ നമ്മൾ പഴയ പതക്കം വന്ന ആ ശീലത്തെ നമ്മൾ വീണ്ടും പുറത്തെടുത്ത് വീണ്ടും എന്തിനെങ്കിലും കുത്തണമല്ലോ, നമ്മുടെ പഴയ പാർട്ടിക്ക് കുത്തണമല്ലോ എന്ന് ഓർക്കും. പക്ഷെ പഴയ പാർട്ടിക്ക് കുത്തി 25 വർഷം അല്ലെങ്കിൽ 33 വർഷം, 3 പതിറ്റാണ്ടെന്ന് പറയുന്നത് 35 വയസ്സുള്ള എനിക്കിപ്പോ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ചെറുപ്പകാലത്ത് സഞ്ചരിച്ച വഴികളുണ്ട്. വഴികൾ മാത്രമാണുള്ളത്. ചെറിയ ചില അവിടെ ഇവിടെ ചില കോൺക്രീറ്റ് വഴികളോ അല്ലെങ്കിൽ ചില ടൈലിട്ട വഴികളോ വന്നതല്ലാതെ ആലപ്പുഴ തിരുമല വാർഡിൽ എന്ത് വികസനമാണ് കാണിച്ചതെന്ന് തീർച്ചയായിട്ടും എനിക്ക് കാണിച്ചു തരാൻ ആരെങ്കിലും ഒരാൾ, ഒരു കമ്മ്യൂണിസ്റ്റ് സുഹൃത്ത് അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു സുഹൃത്ത് മുന്നോട്ട് വന്നാൽ ഞാൻ സമ്മതിച്ചു തരും. ഇന്നീ കാണുന്ന ഈ കോൺക്രീറ്റ് റോഡ് ഉൾപ്പെടെയുള്ളവ ഏത് പദ്ധതിയിൽ വന്നതാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അമൃത് പദ്ധതി എന്ന് കേട്ടിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയിലൂടെ എത്തിയതാണ് നമ്മുടെ ഗ്രാമത്തിലെ വഴികളെല്ലാം തന്നെ. എന്നാൽ അതിലേക്ക് എത്തിയ കോടിക്കണക്കിന് രൂപയിൽ നിന്നും ലക്ഷങ്ങൾ തിരിമറി നടത്തി, കൈയിട്ട് വാരി, അവനവന്റെ പോക്കറ്റിന്റെ കനം കൂട്ടി, അവനവന്റെ വീട്ടിലെ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതിനു ശേഷം ബാക്കി വന്ന തുകയിൽ കുറച്ച് കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കുന്നതല്ല വികസനം.